ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഹൈദരാബാദി മസാല ചിക്കൻ കറിയാണ്. അപ്പോൾ ഈ ഒരു കറി എങ്ങനെ റെഡിയാക്കി എടുക്കണമെന്ന് നമുക്ക് നോക്കാം. 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാനിതിനായിട്ട്. അത് നന്നായിട്ട് കഴുകി ക്ലീനാക്കിയൊക്കെ വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് കട്ട തൈര് ചേർത്ത് കൊടുക്കാം. പുളിയില്ലാത്ത കട്ട തൈരാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ 1 കപ്പ് എന്ന് പറയുമ്പോൾ 100 ഗ്രാമോളം കാണും. ഇതൊരു 1/4 കപ്പോളം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഒരു 6 മീഡിയം സൈസ് സവാള ബ്രൗൺ കളറിൽ എണ്ണയിൽ വറുത്ത് കോരി വെച്ചിരിക്കുന്നതാണ്. അത് നമുക്കിങ്ങനെ കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് വേറെ പച്ച സവാളയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഇങ്ങനെ വറുത്ത സവാളയാണ് പൊടിച്ചിട്ടിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ നിറച്ചിട്ട് കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം നമുക്കിത് മസാല പിടിക്കാനായിട്ട് ഒരു 1/2 മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കാം. മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കാം. 2 മണിക്കൂർ വരെ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ നന്നായിട്ട് ഉപ്പും മുളകും ആ മസാലയ്ക്ക് നന്നായിട്ട് പിടിക്കും. ഇനി അടുത്തതായിട്ട് നമുക്കൊരു മസാല പേസ്റ്റ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു 5-6 ഉണക്കമുളക്, ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ചെറിയ ജീരകവും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്കിത്. ഇത് നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ കറി റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് സവാള വറുത്തതിൻ്റെ ഓയിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ, നന്നായിട്ട് എണ്ണയൊക്കെ തിരിയുന്ന വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റോളം ഞാനിപ്പോൾ ഈ ഒരു മസാല നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് എണ്ണയൊക്കെ തിരിഞ്ഞ് നന്നായിട്ട് വേർതിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ട് വെള്ളമൊക്കെ ഊറി വരും ഇതിന്. അതിനുശേഷം മാത്രം നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് തിളച്ചിട്ട് അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ അത്യാവശ്യം വെന്തിട്ടുണ്ട്, എണ്ണയൊക്കെ തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഗരം മസാല ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഈ ചിക്കൻ കറിയിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ചിക്കനിൽ നിന്ന് ഊറി വന്ന വെള്ളമാണിത്. പിന്നെ നമ്മൾ തൈരൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അത്യാവശ്യം ഗ്രേവി ഉണ്ടാവും. ഇതിന് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും. പിന്നെ നമ്മൾ മസാലയൊക്കെ അരച്ച് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേവി ആയിരിക്കുള്ളൂ ഈ ഒരു ഹൈദരാബാദി ചിക്കൻ മസാലയ്ക്ക്. വീണ്ടും ഒരു 5 മിനിറ്റും കൂടി ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് അടച്ചു വെക്കരുത്, ഈ രീതിയിൽ അടച്ചു വെച്ചാൽ മതി. എന്നാലും നന്നായിട്ട് എണ്ണ തിരിഞ്ഞിട്ട് വരുള്ളൂ. എന്നിട്ട് നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഹൈദരാബാദി ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ഫേമസ് ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. പിന്നെ തൈര് എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് നോക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പുളി കൂടിക്കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. പിന്നെ ഇതിലേക്ക് നമ്മൾ തക്കാളിയോ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ചിക്കൻ്റെ റെസിപ്പിയാണിത്. ഈ ഒരു സ്പെഷ്യൽ ഹൈദരാബാദി ചിക്കൻ മസാലയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. താങ്ക്